സ്പീക്കർ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതിഷേധത്തിൽ നിയമസഭ അലങ്കോലമായി പിരിഞ്ഞു. സഭയിൽ സംസാരിക്കാനുള്ള തന്റെ അവകാശം സ്പീക്കറുടെ ഔദാര്യമല്ലെന്ന് വി.ഡി. സതീശൻ. താൻ തടസ്സപ്പെടുത്തിയിട്ടില്ലെന്ന് സ്പീക്കർ. ഇതോടെ പ്രതിഷേധിക്കാൻ ഉറച്ചെത്തിയ പ്രതിപക്ഷം സ്പീക്കർക്ക് മുന്നിൽ ബഹളം വെച്ചു. ബഹളത്തിനിടെ ഈ വർഷത്തെ ധനാഭ്യർത്ഥനകൾ ചർച്ചയില്ലാതെ പാസാക്കി. ബഹളം കാരണം പാതിവില തട്ടിപ്പിലെ ഉപക്ഷേപം പ്രതിപക്ഷ നേതാവ് തന്നെ ബഹിഷ്കരിച്ചു. സംസാരിക്കുമ്പോൾ മാത്രം സ്പീക്കർ നിയന്ത്രിക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതിഷേധം ഇന്ന് നിയമസഭയിൽ പൊട്ടിത്തെറിയായി. മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്താനാണ് സ്പീക്കർ ഇത് ചെയ്യുന്നതെന്ന് ഇന്നലെ ഗുരുതര ആരോപണം ഉയർത്തിയിരുന്നു. ഇന്ന് അതിന്റെ ബാക്കിയായിരുന്നു. അതിനാൽ ഇന്ന് സ്പീക്കർ ഇടപെട്ടാൽ കടുത്ത പ്രതിഷേധത്തിന് ഒരുങ്ങിയാണ് പ്രതിപക്ഷ നിര എത്തിയത്. അടിയന്തര പ്രമേയ നോട്ടീസിൽ പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് പ്രസംഗം നടത്തുമ്പോൾ 9-ാം മിനിറ്റിൽ സ്പീക്കർ എൻ ഷംസീർ ഇടപെട്ടു. അങ്ങ് സഭ നടത്തിക്കൊണ്ടുപോകണോ വേണ്ടെന്ന് അങ്ങ് തീരുമാനിക്കണം. എന്നെ തടസ്സപ്പെടുത്തി അങ്ങ് സഭ നടത്തിക്കൊണ്ടുപോയി. ഞാൻ തടസ്സപ്പെടുത്തിയില്ല. 9-ാമത്തെ മിനിറ്റിൽ മാത്രമേ നീരസം പ്രകടിപ്പിച്ച് വി.ഡി. സതീശൻ പ്രസംഗം തുടർന്നപ്പോൾ വീണ്ടും സ്പീക്കർ. ഇതോടെ പരസ്പരം വാക്കേറ്റമായി. അങ്ങ് എന്റെ പ്രസംഗം അങ്ങനെ കൺട്രോൾ ചെയ്യില്ല. അങ്ങനല്ല, അങ്ങ് പറയുന്നതിൽ നിന്ന് പുറകോട്ട് പോയതുകൊണ്ടാണ്. അങ്ങ് തന്നെ ഫ്ലോറിൽ നിരവധി തവണ പറഞ്ഞു ഏറ്റവും കുറവ് വാക്കൌട്ട് സ്പീച്ച് നടത്തുന്ന ആളാണെന്ന്. പ്ലീസ്, അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യണമെന്നല്ലോ. വിതൗട്ട് എനി ഇന്റർവെൻഷൻ. ഔദാര്യത്തിന്റെ പ്രശ്നമല്ല. പ്രതിഷേധിക്കാൻ തയ്യാറാക്കി കൊണ്ടുവന്ന പ്ലക്കാർഡും ബാനറുമായി പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തി. It is my right to speak here. I am on my legs. You cannot intervene. അനുനയിപ്പിക്കാനുള്ള സ്പീക്കറുടെ ശ്രമം നടന്നില്ല. ഇതോടെ ബഹളം പുറത്തു കേൾക്കാതിരിക്കാൻ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തു. സഭ നിർത്തിവെച്ച് പ്രതിഷേധമടക്കാനുള്ള വിട്ടുവീഴ്ചയ്ക്ക് സ്പീക്കറും ഭരണപക്ഷവും മുൻകൈയെടുത്തില്ല. സഭ ഇന്നത്തേക്ക് അവസാനിപ്പിക്കാൻ സ്പീക്കർ നടപടി ശ്രദ്ധ ക്ഷണിക്കലും ഉപക്ഷേപവും ഒഴിവാക്കിയില്ല. പക്ഷേ സഭ ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചതിനാൽ പാതിവില തട്ടിപ്പിൽ മുഖ്യമന്ത്രിയോട് ഉപക്ഷേപം ഉന്നയിക്കാതെ പ്രതിപക്ഷ നേതാവ് വിട്ടുനിന്നു. കോൺഗ്രസ് നേതാക്കൾ കൂടി പ്രതിയായ പാതിവില തട്ടിപ്പ് വിഷയം സഭയിൽ ഉന്നയിക്കാതിരിക്കാനുള്ള നീക്കമായി വ്യാഖ്യാനിക്കപ്പെടും. ബഹളത്തിനിടെ ഉപധനാഭ്യർത്ഥനകൾ ചർച്ച കൂടാതെ പാസാക്കി. കേരള വയോജന കമ്മീഷൻ ബില്ലും കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ഭേദഗതി ബില്ലും ചർച്ച കൂടാതെ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. തുടർന്ന് പുറത്തിറങ്ങിയ പ്രതിപക്ഷം സഭാ കവാടത്തിലും പ്രതിഷേധിച്ചു. നിയമസഭയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.